2026 ജൂലൈയിൽ നീതി ആയോഗിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ആര്? 2026 ജൂലൈയിൽ നീതി ആയോഗിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ആരാണ്? ഉത്തരം അനുരാഗ് ജെയിൻ. 2026 ജൂലൈയിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായി നിയമിതനായത് ആര്? 2026 ജൂലൈയിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായി നിയമിതനായത് ആര്? ഉത്തരം KM ചന്ദ്രശേഖർ. 2026 ജൂലൈയിൽ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യക്കാരൻ. 2026 ജൂലൈയിൽ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യക്കാരൻ. ഉത്തരം വിശ്വനാഥൻ ആനന്ദ്. പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിതനായത് ആര്? പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിതനായത് ആര്? ഉത്തരം പ്രഹ്ലാദ് വെങ്കിടേഷ് ജോഷി. കായിക രംഗത്തിൻ്റെ സമഗ്ര പരിഷ്കരണത്തിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. കായിക രംഗത്തിൻ്റെ സമഗ്ര പരിഷ്കരണത്തിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം ഓപ്പറേഷൻ കളരി. 40ാമത് അബുദാബി ശക്തി പുരസ്കാരത്തിൽ TK രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് ആര്? 40ാമത് അബുദാബി ശക്തി പുരസ്കാരത്തിൽ TK രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം നിലമ്പൂർ ആയിഷ. പ്രഥമ സതീഷ് ബാബു പയ്യന്നൂർ സ്മാരക പുരസ്കാര ജേതാവ്. പ്രഥമ സതീഷ് ബാബു പയ്യന്നൂർ സ്മാരക പുരസ്കാര ജേതാവ്. ഉത്തരം CV ബാലകൃഷ്ണൻ. കേരള സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളുടെ പുതിയ പേര്. കേരള സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളുടെ പുതിയ പേര്. ഉത്തരം സ്നേഹാലയം. 2026 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗ്രീസിലെ പർവ്വതം. 2026 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗ്രീസിലെ പർവ്വതം. ഉത്തരം മൗണ്ട് ഒളിമ്പസ്. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ വെള്ളി മെഡൽ ലഭിച്ച മലയാളി താരം. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ വെള്ളി മെഡൽ ലഭിച്ച മലയാളി താരം. ഉത്തരം M ശ്രീശങ്കർ.